അപ്പോൾ നമ്മൾ എന്താ പരിപാടി? പട്ടറൈ കട്ട കരുവാട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ പേരാട്ടാ. സംഭവം എന്നറിയാം, നമ്മൾ സാധാരണ ഉണക്കമീൻ ഉണക്കുന്ന എങ്ങനെ അറിയാം, മുകളിൽ വെച്ചിട്ടാണ്, ഭൂമിയുടെ മുകളിൽ വെച്ചിട്ടാണ് ഉണക്കുന്നത്. പക്ഷേ ഈ ഒരു കരുവാടെന്ന് പറഞ്ഞാൽ ഉണക്കമീനാണ്. അപ്പോൾ ഈ ഉണക്കമീൻ ഉണ്ടാക്കുന്നത് ഭൂമിക്ക് അടിയിൽ കുഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ്. കട്ട കരുവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിൻ്റെ പേരാണ് കട്ട. പട്ടറൈ കട്ട കരുവാട് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന രീതിയാണ് പട്ടറൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉള്ളത് രാമേശ്വരത്താണ് കേട്ടോ. രാമേശ്വരത്ത്, ഇന്ത്യയിൽ തന്നെ രാമേശ്വരത്ത് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതും ഒരാളുടെ അടുത്ത് മാത്രം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. മീനിൽ, ഉണക്കമീനിൽ ഇത്രയും രുചിയുള്ള മീൻ എന്ന് പറഞ്ഞാൽ കട്ട കരുവാടാണ്. കട്ട കരുവാട് പറഞ്ഞാൽ അത്രയും ഫേമസ് ആണ്. അപ്പോൾ നമ്മളിതിനെ ഭൂമിക്കടിയിലിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരാളിനെ പരിചയപ്പെടുത്തിട്ടാ. ഈ പട്ടറൈ കട്ട കരുവാട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അവരുടെ തറവാട്ട് പാരമ്പര്യ രീതിയാണത്. അപ്പോൾ അവരെയും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അണ്ണ ദീനാണ് വാങ്ങ. അപ്പോൾ ഇതാണ് നമ്മുടെ ദീനാണ് കേട്ടാ. വാങ്ങ. അപ്പോൾ ഇദ്ദേഹമാണ് ഈ മീനോട് വെക്കുന്നത് കേട്ടോ. ഇയാളുടെ ഉണക്കമീനൊക്കെ വാങ്ങിച്ചാണ്ടല്ലോ, ഇയാളുടെ ഉണക്കമീൻ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. അത്രയും ക്വാളിറ്റിയിലാണ് അദ്ദേഹം ഉണക്കമീൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല എന്താ, നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ മണ്ണിലോ പ്രതലത്തിലോ ഒന്നും ഉണക്കാതെ വ്യത്യസ്തമായ രീതിയിൽ ഗ്രില്ലിന് മുകളിലൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഉണക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻ വാങ്ങാൻ മടിക്കും ഉണക്കമീൻ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് 100% ക്വാളിറ്റിയിൽ മീൻ മേടിക്കാം. അതുപോലെ തന്നെ ഈ പട്ടറയിൽ കട്ടാക്കരപാട് ഭൂമിക്കടിയിലിട്ട് ഉണ്ടാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കട്ടെ. അദ്ദേഹം ഒരു പോളിയോ ബാധിച്ച ഒരാളാണ്. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇനിയും 5 പേര് ജോലിക്കുണ്ട്. ഇതേപോലുള്ള പോളിയോ ബാധിച്ച ആളുകൾ 5 ആൾ ജോലിക്കുണ്ട്. സാധാരണ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടിക്കും. പക്ഷേ ആ ഒരു രീതിയിലും അണ്ണൻ ആൾ സ്റ്റാറാണ് കേട്ടോ. ഇപ്പോഴത്തെ ബിസിനസ്സുകാരനാണ്. മീൻ എന്ന് പറഞ്ഞാൽ, ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ദീനാണ്. അതാണ് രാമേശ്വരത്തിന് എന്ത് ഇടം ചൊല്ലുന്നത്? രാമേശ്വരത്ത് പക്കത്തിലെ തങ്കച്ചിമടം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിനോട് കുറേ ആളുകൾ 4-5 ആൾ ജോലി ചെയ്യുന്നതും ഇതുപോലുള്ള ആളുകളാണ്. അപ്പോൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, നിങ്ങൾ ബുക്ക് ചെയ്തോളെ. 10-20 കൂടുതൽ നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത്രയും ക്വാളിറ്റിയാണ് മീനിന് ക്വാളിറ്റി ആണ്. ഞാൻ രാമേശ്വരത്ത് വന്ന മിക്കവാറും അണ്ണൻ്റെ അടുത്ത് വാങ്ങിയിട്ട് പോകണം. നമ്മൾ 10 നാளைக்கு മുന്നാടി വന്നിരിക്കില്ലേ? 10 നാளைക്ക് മുന്നാടി ഞങ്ങൾ ഫാമിലിയോട് വന്നപ്പോൾ അണ്ണൻ്റെ അടുത്ത് നിന്ന് കുറേ മീൻ മേടിച്ചിട്ട് പോയി. അതിലെ നെത്തിലി മീൻ അല്ലേ, സൂപ്പർ സാധനം. BP ഉള്ളവർക്ക് ഒരു കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും പട്ടറൈ കട്ട കരുവാട് എപ്പോഴും ചെയ്യുന്നതിന് വാങ്ങാം. അപ്പോൾ നമ്മളെ കട്ട കരുവാട് ഇങ്ങനെയാണ്. ഇതൊരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ടാണത് ഉണക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കത്തിയിട്ട് മുള്ളിൽ തട്ടാതെ 2 പൊളിയാക്കണം ഇതിനെ. ഓക്കെ, അടിപൊളി. ഓ, മീൻ വിട്ട് വേർത്തുട്ടാ. ഇതണ്ടാ, ഇതൊക്കെ അണ്ണൻ്റെ സ്റ്റാഫുകളാണ് കേട്ടോ. ഇതുപോലെ 5 ആളിനെ അണ്ണൻ ജോലിക്ക് വെച്ചിട്ടുണ്ട്. ഈ പോളിയോ ബാധിച്ച 5 ആളിനെ അണ്ണൻ ജോലിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട കരുവാട് ശരിക്കും നിങ്ങൾ വാങ്ങിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഭയങ്കര രുചിയാണ് കേട്ടോ. പിന്നെ ഇതുപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ വളരട്ടെ ഇയാൾ. ഇദ്ദേഹമൊക്കെ ഒരു ബിസിനസ്സുകാരനാകട്ടെ കേട്ടോ. ഒരു യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്ക്, ഫിഷർമാൻ വോയിസ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കരുവാട് റെഡിയാക്കാം. அண்ணே, என்ன நீங்க வேலைக்கு விக்கிறீங்களா? கரெக்ட்டா தான் எல்லாம் கிழிக்கிறீங்க. என்னைய விட நல்லா வெட்டுறீங்களே. நீங்க வேலைக்கு இருக்கலாம் போல. எனக்கு டெய்லி கட்டா வெட்டி அனுப்பிடுங்க அங்க இருந்து கேரளத்துல. கண்டிப்பா உங்களுக்கு நம்ம எல்லாம் ஹெல்ப் பண்ணுவோம். ஓகே, ரொம்ப நன்றிண்ணா. അപ്പോൾ നമ്മൾ മീൻ കഴുകുന്ന കടലിലാണ് കേട്ടോ. ഇത് ഉപ്പ് വെള്ളത്തിലേ കഴുകാൻ പാടുള്ളൂ. കാരണം നല്ല വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഈ മീൻ നമ്മൾ മണ്ണിനിടയിട്ട് വയ്ക്കുമ്പോൾ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ കഴുകുമ്പോൾ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ കഴുകാതെയാണ് ഇത് ഉപയോഗിക്കുന്നത്. കഴുകാതെ എല്ലാം കഴുകിയ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് മീൻ കഴുകും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പട്ടറൈ കരുവാട് പോകാനായിട്ട് നമ്മൾ നാട്ടിന് പായ വിരിക്കുകയാണ്. അത് ഓലയുടെ പായാണ്, പനയോലിൻ്റെ പായാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പരിപാടികളുണ്ട് നമുക്ക്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ പട്ടറൈ കരുവാടാവുള്ളൂ. ഇത് നമുക്കതിൽ ചാക്ക് വിരിച്ചു കൊടുക്കണ്ട. അടിയിൽ ചാക്ക് ഇരിക്കട്ടെ. ഇതാണ് പണി. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പരിപാടി, കടലിലെ വെള്ളം വറ്റിച്ചെടുത്ത ശുദ്ധമായ ഉപ്പ് ഉണ്ടാ, നല്ല അടിപൊളി ഉപ്പ്. ഇനി നമുക്ക് ഉപ്പ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിൽ ചാക്കിൽ. നമുക്ക് മീൻ വെക്കാം.
പുള്ളി ഒരു മീൻ എടുത്തിട്ട് വരാനേ പുള്ളി തന്നെ പറയാൻ മീൻ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞാണ്. പുള്ളി ആൾ ഭയങ്കര ഉഷാറാട്ടാ. വെരി ഗുഡ്. ആ ഉഷാറാണ്. സൂപ്പറാണ്. ഓക്കെ അവിടെ എടുക്കട്ടെ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതിന് മഞ്ഞൾപ്പൊടി കിട്ടാലേ കേട് വരാണ്ടിരിക്കുള്ളൂ മീൻ. ഇതിനകത്ത് വലിയ കട്ടയൊക്കെ വരുന്നുണ്ട് ചേച്ചാ. അങ്ങനെ ഓക്കെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുകളിലിട്ട് കൊടുക്കാം. ഇത് നമുക്കിതിനെ ഇത് മടക്കണം. അങ്ങനെ മടക്കിയിട്ടാണ് ഇനി ഉപ്പൊക്കെ എടുത്ത് മേലെ ഇട്ട് ഉപ്പിലാണ് ഇതിന് കളി കേട്ടോ. ചാക്ക് നല്ലോണം വലിച്ച് മടക്കുക. നമ്മൾ കയറിട്ട് നമ്മൾ കെട്ടണം കേട്ടാ. നല്ല ടൈറ്റിൽ കെട്ടണം. അപ്പോൾ നമ്മുടെ മീനൊക്കെ കെട്ടി കഴിഞ്ഞിട്ടാ ഇനി നമുക്കൊരു വലിയൊരു കുഴി എടുക്കണം അല്ലേ? കുഴി എടുത്ത് അതിനുള്ളിലാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് കുഴിച്ചിടണം. അപ്പോൾ 3 അടി ആഴത്തിൽ എത്ര ആഴത്തിൽ നമുക്കൊരു കുഴി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനിടാൻ. അല്ല പുതയിലത് കിട്ടുമോ അല്ലേ? മണലായതുകൊണ്ട് കുഴിച്ച് വലിയൊരു കുഴിയായത്. അത് കാര്യമില്ല, മണൽ ഇടിഞ്ഞിട്ട് വന്നിട്ടേ. അപ്പോൾ നമ്മൾ മീൻ ഉള്ള പൊട്ടണം. അപ്പോൾ അവിടെ குழியில் செய்கிறதுனால இதுக்கு இன்னொரு பேர் இருக்குது, அதான் குழிக்கருவாடு. കുളിക്കരുവാട് അല്ലേ? ഓക്കെ കേട്ടോ. ഒന്ന് പാകതല്ലേ, ഒന്ന് പ്രശ്നം ஒன்றாக മണ്ണ്. ഓക്കെ. ഇത് നമുക്ക് കുഴി മൂടാം അല്ലേ? ஆமாம். யார் வேகமாக மூடணும் பாப்பா? വാങ്ങ. മണ്ണ് നല്ല ചൂടായിരിച്ചില്ലേ? ஆமாம். അപ്പോൾ നമ്മളങ്ങനെ കുഴി മൂടിയിട്ടാ. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് എപ്പോൾ വേണേൽ നമുക്ക് എടുക്കാം. 10 മുതൽ 20 നാളുകൾ എപ്പോൾ വേണേൽ എടുക്കാം. 10ന് മുകളിൽ നമുക്ക് എപ്പോൾ വേണേൽ എടുക്കാം. അപ്പോൾ നമുക്കിനി 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറക്കണു. അണ്ണേ ഒരു ഡൗട്ട് തന്നെ, நாங்கள் இங்கிருந்து போயிடுவோம், ராமேஸ்வரம் தானே. இது இப்படி குழி இப்படி வச்சு வேற யாராவது தோண்டுவாங்களா? இல்லை, ஏன்னா இது எப்பவுமே நாங்கள் இங்கே தோண்டி வைக்க தான் பக்கத்துலலாம் நம்ம இருப்பாங்க. அவங்களுமே வந்து மீன் வியாபாரம் பார்க்குறோம், அவங்களுக்கு தெரியும் மீன் இருக்குது, இதை பத்திரமா பார்த்துக்கிறேன், வரும்போது போகும்போது பார்த்துக்குருவாங்க. ഓക്കെ. അപ്പോൾ ആരും എടുക്കില്ല, ഒന്നും എടുക്കില്ല. ഇവർ തന്നെ ഇവിടെ ശ്രദ്ധിക്കാൻ ആളുണ്ട്. പിന്നെ അപ്പുറത്ത് ചെറിയ റിസോർട്ടൊക്കെ ഉണ്ട്. ഇവരുടെ ആളുകൾ ഇവരൊക്കെ വന്ന് എപ്പോഴും നോക്കാനും പിടിക്കാനും ആളുണ്ടാവും. இப்போ வந்து நம்ம 6 மீன் தான் வச்சுருக்கிறோம். சமயத்தில் வந்து டன் கணக்கில் மீன் வைப்போம். அப்போனா பத்திரமா இருக்கும். അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പട്ടറയും കറുവാടൊക്കെ നമ്മൾ മണ്ണിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് കഞ്ഞി കുടിക്കാം. ഈ കഞ്ഞി എന്താ സംഭവം? പഴയ കഞ്ഞിയും പട്ടറയും കറുവാടും കഴിക്കണമെങ്കിൽ അണ്ണൻ്റെ ദീനാണ്ണൻ്റെ കടയിൽ വന്നാൽ മതി അല്ലേ? ദീനാണ്ണൻ അവിടെ ഒരു കടയുണ്ട്. ആ കടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാമേശ്വരം വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യും. എന്നാ എടുത്ത പേര്? തങ്കച്ചി മഠം പറഞ്ഞ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യും. ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ നൊസ്റ്റാൾജിയാ. ഇതൊക്കെ മീനിൻ്റെ ഒരു 4-5 ഐറ്റം സാധനങ്ങളും ഇതൊക്കെ കൂടി നല്ല അടിപൊളി കഞ്ഞി കുടിക്കട്ടാ. സംഭവം സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് ഈ ശരിക്കും പറയും നട്ടുച്ചയ്ക്ക് ഈ കുറച്ച് കഞ്ഞി കുടിക്കുന്ന സുഖമുണ്ടല്ലോ, വേറെ എവിടെയും കിട്ടില്ല. സാപ്പിടും ഞാൻ സാപ്പിടും കേട്ടാ. നല്ല അടിപൊളി പഴയ കഞ്ഞി, കുറച്ച് കറിവേപ്പിലയും എല്ലാ സാധനങ്ങളും ഇട്ടിട്ട്. അപ്പോൾ അത് വേറെ ലെവൽ. അത് കൈ കൊട്ടനെ കുടിക്കണം പഴയ കഞ്ഞി കേട്ടാ. നെത്തിരി മീൻ, അച്ചാറ്, പ്രവൺസ് അച്ചാറ്, ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത്. മീൻ അച്ചാറുകളൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ അച്ചാറ്, നല്ല ടേസ്റ്റുള്ള അച്ചാറ്. ഞാനൊക്കെ വാങ്ങി ഉപയോഗിച്ചാണ്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ കടയിൽ അച്ചാറുകളൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്യും കേട്ടോ. രസമുള്ള അച്ചാറാണ്.
അപ്പോൾ ഇത് നമ്മുടെ മീൻ എടുക്കൽ നമ്മൾ 10 ദിവസം കഴിഞ്ഞാണ്. 10 ദിവസത്തിന് മുകളിൽ നമുക്ക് 20 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാന്ന് പറഞ്ഞാണേ. 10 ദിവസം കഴിഞ്ഞാൽ സംഭവം ശരിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 10 ദിവസം കഴിഞ്ഞാണ് കഞ്ഞി പൊളി. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ രാമേശ്വരത്ത് എത്തിയിട്ടാ. അപ്പോൾ നമ്മൾ പോയ ശേഷം ഇവർ പട്ടയൊക്കെ വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ എപ്പോഴും നോട്ടത്തിലാണ് ഇരിക്കുന്നത്. ഇവർ അടുത്ത് റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴിയൊന്നും ആയിട്ടില്ല അല്ലേ. 15 ദിവസമായി എന്നിട്ടാ. ഇന്നൊക്കെ ശരിക്കും 15 ദിവസമായി നമ്മൾ ഈ സാധനം കുഴിച്ചിട്ട്. നമുക്ക് എന്തായാലും ഇത് തോണ്ടിയിട്ട് എന്തായിരുന്നു നോക്കണേ. നമ്മളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത് ഈ സാധനം എന്തായിരിക്കും നോക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും പട്ടയൊക്കെ എടുത്ത് മാറ്റി തുടങ്ങാൻ പരിപാടി. ഇവിടെ തന്നെ സംഭവം அண்ணா வந்துட்டு மண்ணை மேலே போட்டுறாதீங்க. இங்கே தான் நம்ம போட்டதுல. ஆமாம் 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 கரெக்டு. நீங்கள் இல்லைன்னா லொக்கேஷன் கண்டுபிடிக்க முடியாது. எல்லாமே மணல் தானே. ஆமாம் ஆமாம். கண்டு 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 கிட்டியரா கிட்டி அண்ணா கிடைச்சிருச்சு பட்டறை கருவாடு தொண்டியாச்சு. ஏ காட்டி உளுந்துடாத. குளிக்குள்ள உழுதுறேன். அண்ணா பிடிக்கவா? പിടി അങ്ങനെ നമ്മളുടെ സാധനം ഒന്നായിരിക്കാതില്ലേ. அண்ணா மனத்தை பத்திக்கலா. ഭയങ്കര മണം. ഭയങ്കര മണം വരുന്നത്. ഭയങ്കര മണമല്ലേ. ഇനി നാലിന് എവിടെ കിടക്കണോ ഉണ്ട്. മണം സഹിക്കാൻ പറ്റില്ല ചേട്ടാ. ഇത് ശരിക്കും മീൻ മുറിക്കും. അങ്ങനെ നമ്മളെ എല്ലാ കരുവാടും നമ്മൾ എടുത്താച്ച് അല്ലേ അണ്ണേ. മണൽ തോണ്ടൊക്കെ ഭയങ്കര കഷ്ടം കേട്ടാ. നല്ല മണമുണ്ടല്ലേ. അപ്പോൾ സംഗതി അഴിച്ചു നോക്കിയാലോ. നമ്മളെന്തായാലും പഴിക്കില്ല കേട്ടാ. ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിൽ വരും കേട്ടാ. അപ്പോൾ ഇന്ന് തന്നെ ആ വീഡിയോ പോയി കാണില്ലേ. അപ്പോൾ അതിലാണ് നമ്മളിത് മീൻ അഴിച്ച് കുക്ക് ചെയ്യണത്. ഞങ്ങളും ഭയങ്കര ആകാംക്ഷയോടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അഴിച്ചു നോക്കില്ല. നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് അഴിച്ചു നോക്കണം. അപ്പോൾ ഈ സാധനം കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോകണം. അതേപോലെ തന്നെ പട്ടറൈ കട്ട കരുവാട് അല്ലേ. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 1/2 കിലോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എത്ര വേണമെങ്കിലും അണ്ണൻ തരും. അപ്പോൾ ഇതുപോലെ വളരെ നീറ്റായി ചെയ്തെടുക്കുന്ന കരുവാടാണ് അണ്ണൻ്റെ അടുത്തുള്ളത്. കരുവാട് പറഞ്ഞാൽ ഉണക്കമീനാണ്. അപ്പോൾ വേണ്ടവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ അണ്ണൻ നമ്പറോട് കൊടുക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളെ അല്ലേ. എത്ര വേണമെന്നുള്ളത് പറഞ്ഞാൽ അണ്ണൻ തരും കേട്ടോ. നല്ല സൂപ്പർ കരുവാടുകൾ കിട്ടും. അതുപോലെ തന്നെ രാമേശ്വരം വരികയാണെങ്കിൽ പഴയ കഞ്ചിയും പട്ടറൈ കരുവാടും അണ്ണൻ്റെ ഷോപ്പുണ്ട്. ഈ കാണുന്ന ഷോപ്പ് അണ്ണൻ്റെയാണ്. അപ്പോൾ അവിടെ വന്ന പഴയ കഞ്ഞിയും പിന്നെ കുറേ മീനിൻ്റെ വിഭവങ്ങളും കൂടിയിട്ടുള്ള നല്ല കഞ്ഞിയും കുടിക്കട്ടാ. അണ്ണനെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള ആളുകളാണ് അണ്ണനോട് ജോലിക്കുള്ളത്. 5 പേര് ഇതേപോലെ ഈ പോളിയോ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളും ഒക്കെയാണ് ജോലിക്ക് വെച്ചിരിക്കുന്നത് അണ്ണേ. അപ്പോൾ അണ്ണനെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും വില്ലേജ് ഫുഡ് ചാനലിലേക്ക് വരും. നമുക്ക് അവിടെ വെച്ച് തുറക്കാം അല്ലേ. അവിടെ വെച്ച് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണാം കേട്ടോ. തൂക്കടാ അതല്ല. തൂക്കിട്ട് പുള്ളിക്ക് നടക്കാത്തൊരു ബുദ്ധിമുട്ടാട്ടാ.